നമസ്കാരം. 242 യാത്രക്കാരെയും കൊണ്ട് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് 787 ബോയിങ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് നിമിഷ നേരം കൊണ്ടാണ്. 9 ദിവസം മുമ്പ് നടന്ന ഈ സംഭവം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും സർദാർ ഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന് നിമിഷങ്ങൾക്കൊക്കെയാണ് അത് തകർന്നു വീണത്. 625 അടി ഉയർന്ന് പിന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു. ആ പതിച്ചതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ 2 എഞ്ചിനും നിലച്ചുപോയി എന്ന് പറയുന്ന ഒരു ആരോപണം പറയുന്നുണ്ട്. എന്നാൽ അത് സാധ്യമാണോ എന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ 2 എഞ്ചിനും നിലച്ചു പോയിരുന്നെങ്കിൽ എങ്ങനെയാണ് ആ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയും പറന്നു വരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതല്ല കാരണം എന്നുള്ള പല കാര്യങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ്റെ വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇപ്പോഴും നമുക്ക് അറിയുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്. പലരും പറഞ്ഞത് അദ്ദേഹം ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ചാടി രക്ഷപ്പെടുകയായിരുന്നില്ല. തൻ്റെ മുന്നിലുള്ള എമർജൻസി കവാടം പൊട്ടിത്തകർന്നിരുന്നു. ഭയങ്കര ഭീകരമായ ശബ്ദം കേട്ടിരുന്നു. പിന്നെ വിമാനം മെല്ലെ തീ കത്തുന്നത് കണ്ടു. ഇതിനകം പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങിയില്ല, പുറത്തേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. എക്സിറ്റ് അതായത് എമർജൻസി കവാടത്തിലൂടെ അദ്ദേഹം എക്സിറ്റ് ചെയ്യാവുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ DD ഇന്ത്യ എന്ന് പറയുന്ന ചാനലിലാണ് കൊടുത്തത്. ദൂരദർശൻ്റെ ചാനലാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. Better than yesterday. Treatment going good. Everything is yes good. I can't explain. Everything happened in my eye. I can't. Emergency door is broken. Yeah. My seat is broken. Yeah. Then I see the pace little bit. Yeah. Then I will try to come out. Okay. Yeah, that's why. So. Yes. Okay. A little bit fire. After me, I'm out. Then blast. Did anybody help you, or you after that you came out on your own? How did you jump from the aircraft? I'm not jumping. Okay. I just walk out. Okay. Then ambulance coming in. You did walk out on the building or? No, in floor. On the floor. Yes. Inside the aeroplane. അതോടൊപ്പം അദ്ദേഹത്തിന് പരിക്കേറ്റതിനെ കുറിച്ച് അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ്. He is having minor injuries only. Some abrasions over his left forearm and swelling over the left eyelid and over the eyes. And chest abdomen is clear. No any long bone fractures present. Patient is vitally stable. We have started the oral feeds and he is tolerating feeds. No complaints of nausea, vomiting or any fever. Where your family? Where's your family? Family is in London. Me and my brother staying in India last 8-9 months. How do you feel that you have survived this kind of? I can't explain. It's miracle everything. കേട്ടല്ലോ. അതായത് അദ്ദേഹത്തിന് വലിയ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ അദ്ദേഹം വിമാനത്തിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു, തീ കണ്ടിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ പൊട്ടിത്തകർന്നപ്പോൾ വാതിലൊക്കെ പൊട്ടിത്തകർന്ന് അത് കൂടെ ഇറങ്ങി പുറത്തേക്ക് കടക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. നേരത്തെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇത് അതല്ല എന്നാണ് പറയുന്നത്. ഇവിടെയെല്ലാം ദുരൂഹതകൾ മണക്കുകയാണ്. അതായത് ഈ വിമാനം തകർന്നതിന് പിന്നിൽ ഖലിസ്ഥാൻ വാദികളാണെന്ന് പറയുന്നുണ്ട്. ഖലിസ്ഥാൻ വാദികൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിരുന്നു എയർ ഇന്ത്യ വിമാനം എല്ലാം ബോംബ് വെച്ച് തകർക്കുമെന്ന്. എന്നാൽ ആ ഭീഷണിയൊന്നും ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എയർ ഇന്ത്യയോ വകവെച്ചിട്ടില്ല. എന്നാൽ അത് അധികം താമസിയാതെ അഹമ്മദാബാദ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ നാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന ഒരു അപകടം തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയാണ് ഖലിസ്ഥാൻവാദികളെ ഏറ്റവും പോരാട്ടം നടത്തുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്കും അതേപോലെ അമിത്ഷായ്ക്കുമെതിരെയാണ് അവർ നോട്ടമിട്ടുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അഹമ്മദാബാദിലുണ്ടായുള്ള ദുരന്തവും ഈ ഖലിസ്ഥാൻകാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ ഫ്ലൈറ്റ് റെക്കോർഡർ കിട്ടണം, അതേപോലെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ കിട്ടണം. ഈ വിവരങ്ങൾ കൃത്യമായി വന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഈ വിശ്വാസ് കുമാറിനെ വളരെ സുരക്ഷിതമായിട്ടാണ് അവിടെ കാവലേർപ്പെടുത്തി കിടത്തിയിരുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്, എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് നമുക്കൊന്നും അറിയില്ല. എന്നാൽ ചില വിവരങ്ങൾ ചില സൈറ്റുകൾ പറയുന്നത്, ചില സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത അദ്ദേഹം ഒരു ഏജൻ്റാണ്, അദ്ദേഹം ഈ കാര്യത്തിൽ
അട്ടിമറിക്കാൻ വേണ്ടി വന്ന ഖലിസ്ഥാൻവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും നമുക്കറിയില്ല. പക്ഷേ വിമാനം തകർന്നതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹത വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 242 യാത്രക്കാരിൽ രക്ഷപ്പെട്ട ഒരാൾ മാത്രമാണ് എന്നത് തന്നെ അത്ഭുതകരമാണ്. അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു, ഏത് വഴിക്ക് രക്ഷപ്പെട്ടു, അദ്ദേഹം പറയുന്നത് സത്യമാണോ, അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടുനോക്കൂ. I'm not jumping. Okay. I just walk out, innit? Then ambulance coming in. You did walk out on the building or? No, in floor. On the floor. Yes. Inside the aeroplane. അദ്ദേഹം ചാടിയെന്ന് എവിടെയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് എമർജൻസി ഡോർ പൊട്ടിത്തകർന്നിരുന്നു, അദ്ദേഹം അതിലൂടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്ങോട്ട് രക്ഷപ്പെട്ടു? ബിൽഡിങ്ങിന് മുകളിലേക്കാണോ രക്ഷപ്പെട്ടത്, താഴേക്കാണോ? അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അദ്ദേഹം കൂളായിട്ട് ജനക്കൂട്ടത്തിൻ്റെ കൂടെ നടന്നു പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അതൊന്നും കാണാം. അപ്പം ഇവിടെ വളരെ അദ്ദേഹം ആ രംഗം നോക്കിയൊക്കെ വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തിന് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണ് അദ്ദേഹം എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഖലിസ്ഥാൻവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം നടത്തിയിട്ടുള്ള രംഗങ്ങളെല്ലാം മറന്നിട്ടില്ല. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. 26 പേരെ വെടിവെച്ച് കൊന്ന 4 തീവ്രവാദികളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവരെവിടെ പോയി, എങ്ങോട്ട് പോയി, മാഞ്ഞു പോയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തിരിച്ച് ഇന്ത്യ അവിടെ ആക്രമണം നടത്തി. അതിൻ്റെ പ്രതികാരമായി ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് തട്ടിയെടുത്ത് അതിലുള്ള ആളുകളെ കൊന്നതാണോ? അതും അറിയില്ല. അല്ലെങ്കിൽ ചാവേറായി അതിൻ്റെ അകത്ത് ആരെങ്കിലും കടന്നിരുന്നോ? അതും അറിയില്ല. എന്തായാലും ഇത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. 242 പേരിൽ 241 പേരും കൂടാതെ 50ഓളം പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഹോസ്റ്റലുണ്ടായിരുന്ന ഡോക്ടർമാരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ദുരന്തത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എന്താണ് ഉദാസീനത കാണിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അവിടെ നരേന്ദ്രമോദി വന്ന് സന്ദർശിച്ചു. നരേന്ദ്രമോദി ഈ വിശ്വാസ് കുമാറിനെ കണ്ടിരുന്ന സ്ഥലം സന്ദർശിച്ച് ഞെട്ടലോട് കൂടിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അതേപോലെ നമ്മുടെ അമിത്ഷാ അവിടെ സന്ദർശിച്ചു. ഇവരെല്ലാം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ വസ്തുക്കളിലേക്കുള്ള അന്വേഷണം ഇതുവരെ റിസൾട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഇത് എന്തായാലും വളരെ വലിയ ദുരന്തം തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ ഫ്ലൈറ്റിന് 2 എഞ്ചിനുകൾ തകർന്നു പോയി എന്ന് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഫ്ലൈറ്റ് എങ്ങനെ ഉയർന്നു? എങ്ങനെയാണെങ്കിൽ 2 എഞ്ചിനുകളും പ്രവർത്തനക്ഷമമല്ലെങ്കിൽ എങ്ങനെയാണ് ഫ്ലൈറ്റ് പൊങ്ങിയത്? പൊങ്ങാൻ പാടില്ലല്ലോ. പൊങ്ങിയ സംഭവത്തിൽ 665 അടി എന്ന് പറയും സെക്കൻഡുകളിലേക്ക് എത്തുന്ന ദൂരമാണ്. ആ സെക്കൻഡുകളിൽ എത്തുന്ന ദൂരത്തും താഴേക്ക് പതിക്കുകയാണ്. ആ പതിച്ച കാര്യത്തിൽ പല ദുരൂഹതകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ഭീകരവാദികളാണ് തകർത്തത്, വിശ്വാസ് കുമാർ അങ്ങനെ ഒരു ഏജന്റാണ്, ഖലിസ്ഥാൻവാദിയാണ്, അതേപോലെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം പ്രചരണമാണ് വരുന്നത്. എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടവർ 295 അല്ല 265 ആണെന്നും ഗവൺമെൻറ് പറയുന്നുണ്ട്. പലരെയും DNA ടെസ്റ്റും ഒന്നും നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായാലും കേരളത്തിൽ നിന്നുള്ള രഞ്ജിനി എന്നുള്ള ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇതുപോലെ 241 യാത്രക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പൈലറ്റ് ആയിരുന്ന ആൾ 2 പേരാണ്. ഒന്ന് ക്യാപ്റ്റൻ സുമീത് സുബർവാൾ ആയിരുന്നു, രണ്ടാമത് ഫസ്റ്റ് ഓഫീസറായി ചായവ് കുണ്ടറായിരുന്നു. ഇവർ 2 പേരും കൂടിയാണ് ഫ്ലൈറ്റ് നിയന്ത്രിച്ചിരുന്നത്. അവസാനം വന്ന സംഭാഷണം തന്നെ അവ്യക്തമായിരുന്നു. പിന്നീട് അങ്ങോട്ടും കണക്ഷൻ കിട്ടിയിരുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൽ ബോംബ് വെച്ച് തകർത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു. കാരണം ബോംബ് വെച്ച് തകർക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ വെച്ച് അതങ്ങനെ തകർത്തിരിക്കാം. നമുക്കറിയാം 1,25,000 ഫ്യൂവൽ, അതായത് ലിറ്റർ ഫ്യൂവൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പകരുന്ന ഫ്യൂവലാണ്, അതീവ സെൻസിറ്റീവായ ഫ്യൂവലാണ്. സാധാരണ പെട്രോളും ഡീസലും കാറിനും വാഹനത്തിനൊക്കെ ഒഴിക്കുന്ന മാതിരിയല്ല, വളരെ സെൻസിറ്റീവായ ഫ്യൂവലാണ്. അതിവേഗത്തിൽ വിമാനം പറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലോഡ് വിമാനം നിറയെ ഇതുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവത്തിൽ ഇതുവരെ അതിൻ്റെ സ്ഥിരീകരണം എന്താണ് എന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് നമുക്ക് വലിയ ദുരൂഹത തന്നെയാണ്. ഇത് 1,25,000 ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആളി കത്തും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. മുകളിൽ നിന്ന് പ്രധാന ഭാഗം താഴേക്ക് ഇറക്കാൻ കഴിഞ്ഞെങ്കിലും JCB ഉപയോഗിച്ച് ഇറക്കാൻ കഴിഞ്ഞെങ്കിലും ഇതുവരെ അതിൻ്റെ ഈ ബാക്കി ഭാഗങ്ങൾ അതേപടി ചെതറികിടക്കുകയാണ്. ഇതിൽ ടെസ്റ്റുകൾ നടത്താനും ഫോറൻസിക് ലാബിൽ എത്തിക്കാനുമുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ദുരന്തം ഭാവിയിൽ ഇത്തരം ദുരന്തത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഒരു അപകടം പ്രതീക്ഷിക്കാം വിമാനയാത്രയിൽ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ആധുനിക കാലത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഏതെങ്കിലും ലോകത്തിൽ നിന്ന് ഒരു വിമാനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചാൽ റിമോട്ട് വെച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ലോകത്തിലുള്ളത്. നമുക്കറിയാം ഡ്രോണുകളൊക്കെ എത്രയോ കിലോമീറ്ററുകളാണ് പറന്ന് ചെന്നിട്ട് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി നശിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതേപോലെ ബാഗുകളിൽ എവിടെയെങ്കിലും ഡ്രോണുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വിമാനത്തിൽ കയറി 2 പാർട്ടായ ഡ്രോണുകൾ ഒരുമിച്ച് കൂടിച്ചേർത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും റിമോട്ട് ഉപയോഗിച്ചിട്ട്. നമ്മളെ ആകാശത്ത് വെച്ച് ഫ്യൂവൽ നിറയ്ക്കുന്നില്ലേ, അതേപോലെ 2 ഭിന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നില്ലേ സാറ്റലൈറ്റുകളടക്കം. അതേപോലെ വിമാനത്തിനുള്ളിൽ ഒരു ബാഗിൽ തന്നെ 2 ഭാഗങ്ങളായി വെച്ച സാധനം കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ലേ? 2-3 ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അത് റിമോട്ട് വെച്ച് സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ ക്യാപ്റ്റനെയോ അല്ലെങ്കിൽ അതിൻ്റെ പൈലറ്റിനെയോ ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി ആരെങ്കിലും വെടിവെച്ച് കൊന്നിട്ടുണ്ടാകുമോ? ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അടിമുടി ദുരൂഹതയാണ് ഈ വിമാനാപകടത്തിലുള്ളത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. ഒരിക്കലും ഒരു മലയാളി ഒരാൾ പോലും പേടിയോടെ അല്ലാതെ ഇനി വിമാനയാത്ര കാണില്ല. കാരണം നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം ഇന്ത്യയെ മാത്രമല്ല ഞെട്ടിച്ച് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് ലോകത്തിലെ എല്ലാ ചാനലുകളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വന്ന ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത നിലനിർത്തുന്നത് ഈ വിശ്വാസ് കുമാർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും പറയുന്ന മാതിരി അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് എമർജൻസി ഡോർ വഴി ചാടിയതല്ല എന്ന് അദ്ദേഹം പറയുന്ന കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. തുടർന്നും 2 തവണ കൊടുത്തിട്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസ് കുമാർ എന്നെ ഉള്ളിൽ ഉള്ള വിശ്വാസ് കുമാർ ശരിക്കും ആരാണ് എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം തന്നെയാണോ ഈ വിമാനാപകടത്തിന് പിന്നിൽ എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് നമ്മൾ അപമര്യാദയെ പെരുമാറാൻ പാടില്ല. എന്നിരുന്നാലും നമുക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ വഴിക്കും ചിന്തിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊരു വലിയ ഒറ്റ ദുരന്തമല്ല, ഇനി വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടും കാണാം. കാരണം നമുക്കറിയാം 2 കപ്പലുകൾ അറബിക്കടലിൽ മുങ്ങിയത്, കേരള തീരത്താണിത് മുങ്ങിയത്. ആ 2 കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയ എത്രയോ സ്ഫോടക വസ്തുക്കളും അല്ലെ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വളരെ വിഷാംശമുള്ള വസ്തുക്കളുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കേരള തീരത്ത് വന്നിട്ട് എങ്ങനെയാണ് അടിഞ്ഞത്? ഇതിലെല്ലാം തന്നെ നമ്മൾ വളരെ ദുരൂഹതയിൽ കാണണം. കാരണം പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇതിനുള്ള തിരിച്ചടിയായി എന്തും ചെയ്യാൻ പഠിക്കാത്ത മുസ്ലിം തീവ്രവാദികളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആർക്ക് എവിടെ വേണമെങ്കിലും എന്തും ചെയ്യാവുന്ന ഒരു കാലമാണ്. ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. എന്തായാലും ഒരു അടിമുടി ദുരൂഹത ഈ വിമാന ദുരന്തത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.